ഇതിൽ സർക്കാർ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്ന ഭാഗം ഇവിടെയല്ലേ അഡ്വക്കേറ്റ് അരുൺകുമാർ? ഓഗസ്റ്റ് 17-ാം തീയതി സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ആണ് ചെലവ് കൊടുത്തിരിക്കുന്നത്. അതിൽ 219 കോടി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. 2000 കോടിയിലധികം വേണമെന്ന് പറയുന്നത് നവംബർ 13-ാം തീയതിയാണ്. അത് കൊടുത്തിട്ട് ഒരു മാസം ആയില്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിനെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്? മെമ്മോറാണ്ടത്തിൻ്റെ പേരിലാണോ അതോ നവംബർ 13-ന് മാത്രം കൊടുത്ത PDNA പേരിലാണോ? അതിലൊരു വ്യക്തത വേണം. വ്യക്തതയൊക്കെ കൃത്യമായിട്ടുണ്ട്. ഇപ്പൊ BJPയുടെ പ്രതിനിധി സ്ഥാപിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് എന്തോ വലിയ അപരാധം ചെയ്തു, ആ അപരാധത്തിന്റെ ഭാഗമായിട്ടാണ് നയാ പൈസ കേന്ദ്രം തരാത്തതെന്ന. ഈ ദുരന്തമുണ്ടായി പിറ്റേ ദിവസം ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി ഒരു പ്രസ്താവന നടത്തി. എന്താ, 10 ദിവസം മുമ്പ് റെഡ് അലർട്ട് നിർദ്ദേശം കേരളത്തിന് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് ആ റെഡ് അലർട്ട് പ്രകാരം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞു. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജ്യത്തിന്റെ പരിസ്ഥിതി മന്ത്രി പറഞ്ഞു, ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും മുഴുവൻ പാറമടകളാണ്, അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതി കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എത്രയോ നുണ പറഞ്ഞതിന്റെ തുടർച്ചയിൽ ശാസ്ത്രജ്ഞന്മാരോടൊക്കെ വീണ്ടും വീണ്ടും അങ്ങ് എഴുതണം, കേരളത്തെക്കുറിച്ച് എഴുതണം എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും പാസ്സാകാതെ വന്നപ്പോഴുള്ള പ്രശ്നമാണല്ലോ. ഇപ്പൊ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഈ കൃത്യമായി ഈ രാജ്യത്ത് ഒരു നിയമം ഉണ്ടല്ലോ, ദുരന്ത നിവാരണ നിയമം. ആ നിയമത്തിന്റെ നോംസ് അനുസരിച്ച് ഉള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചിട്ടാണ് 219 കോടി രൂപ അടിയന്തര സഹായമായി കൃത്യമായി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണം എന്നതാണ് ആവശ്യപ്പെട്ടത്. അതോടൊപ്പം തന്നെ നോംസ് അനുസരിച്ച് ഓരോന്നിനും ഇത്രയേ തരാൻ കഴിയൂ, അതനുസരിച്ച് കണക്ക് കൂട്ടി കൊടുത്തു. അതിനുശേഷം നവംബർ മാസം 13-ന് PDNA വളരെ വിശദമായി 2219 കോടിക്ക് വേണ്ടി തയ്യാറാക്കി കൊടുത്തു. ഇന്നലെ എന്താ ആഭ്യന്തരമന്ത്രി പറഞ്ഞേ? 3 മാസം കഴിഞ്ഞിട്ടാണ് PDNA തയ്യാറാക്കിയത്. 3 മാസം കഴിഞ്ഞ് ആദ്യത്തെ 90 ദിവസത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഇത് തയ്യാറാക്കി കൊടുക്കേണ്ടത്. ഉത്തരാഖണ്ഡിൽ 2023 ജനുവരിയിൽ ഒരു പ്രളയം ഉണ്ടായി. അവിടെ PDNA തയ്യാറാക്കി കൊടുത്തത് 2023 സെപ്റ്റംബറിലാണ്, 9 മാസം കഴിഞ്ഞ്. സിക്കിമിൽ 2023 ഒക്ടോബർ 4-ന് ഒരു പ്രളയം ഉണ്ടായി. അവിടെ PDNA തയ്യാറാക്കി കൊടുത്തത് 2024 ജനുവരിയിലാണ്, അതും 9 മാസം കഴിഞ്ഞ്. ഹിമാചലിൽ 2023 ജൂലൈയിൽ ഒരു പ്രളയം ഉണ്ടായി. അവിടെ PDNA തയ്യാറാക്കി കൊടുത്തത് അതും 2024 ജനുവരിയിലാണ്. മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും 8, 9, 10 മാസം കഴിഞ്ഞ് വിശദമായിട്ടുള്ള ഇത്തരത്തിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ കൊടുക്കാം. കേരളം കൃത്യമായി 3 മാസം കഴിഞ്ഞ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി തയ്യാറാക്കി കൊടുത്തപ്പോ ആഭ്യന്തരമന്ത്രി പറയാണ് അതൊന്നും പരിഗണിക്കാൻ കഴിയില്ല, അത് വൈകിയത് കൊണ്ടാണ് വൈകിയത്. തരണ്ടേ? എന്റെ ചോദ്യം, മെമ്മോറാണ്ടത്തിൽ എത്ര രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്? 219 കോടി രൂപ അടിയന്തര സഹായമായിട്ട് വേണമെന്നാണ് ഓഗസ്റ്റ് മാസം 17-ന് പേജുള്ള ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. 219 കോടി രൂപ അഡീഷണൽ ആയിട്ട് ദുരന്ത നിവാരണത്തിന് വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിന്റെ SDRF-ൽ എത്ര രൂപ ബാക്കിയുണ്ട്? സംസ്ഥാനത്ത് ഇത്ര ദിവസം നമ്മൾ ചർച്ച ചെയ്ത് 4.5 മാസമായിട്ട് ചർച്ച ചെയ്യുമ്പോഴും SDRF-ൽ ഇത്ര പണമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ 677 കോടി രൂപ ഇപ്പൊ ഉണ്ട്. അന്ന് 599 കോടി രൂപ SDRF-ൽ ഉണ്ട്, ഞങ്ങളുടെ ഫണ്ടിൽ ഉണ്ട്. പക്ഷേ അത് കേരളത്തിലെ 14 ജില്ലകൾക്ക് വേണ്ടിയിട്ടാണ്. വയനാട്ടിലെ അടിയന്തരമായിട്ടുണ്ടായ സാഹചര്യത്തെ നേരിടാൻ മാനദണ്ഡ പ്രകാരം അടിയന്തരമായി ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം മുൻപിലുള്ളപ്പോ ആ കയ്യിലുള്ള പണമെടുത്ത് ചെലവഴിക്കാതെ അതിനി വരാൻ പോകുന്ന ദുരന്തത്തിന് വേണ്ടി മാറ്റിവെക്കുന്നതിനെ കുറിച്ചല്ലേ ഇന്ന് ഹൈക്കോടതി വിമർശിച്ചത്? അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. നിങ്ങളുടെ കയ്യിലുള്ളത് എത്രയാണോ അത് ചെലവഴിച്ചുകൂടെ? എന്താണ് തടസ്സം? 519 കോടി 599 കോടിയിൽ നിന്ന് ചെലവഴിച്ചിരുന്നുവെങ്കിൽ എന്താണ് ഇവിടെ സംഭവിക്കുമായിരുന്നത്? മിസ്റ്റർ, നിങ്ങളെ കൂട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകൻ അത്തരം ചോദ്യം ചോദിക്കരുത്. കാരണം 4.5 മാസമായി അവിടെ ചെലവഴിച്ച തുക മുഴുവൻ ഈ കേരളത്തിന്റെ ഫണ്ടിൽ നിന്നാണ്, SDRF-ൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ്. ഹൈക്കോടതി ചോദിച്ചു നിങ്ങളുടെ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചു മിസ്റ്റർ. SDRF-ൽ നിന്ന് ആകെ ചെലവഴിച്ചിരിക്കുന്നത് 95 കോടി രൂപയാണ്. 95 crore ഹൈക്കോടതി ഇന്ന് കൊടുത്തിരിക്കുന്ന കണക്കല്ലേ? ഒരു മിനിറ്റ്, നിങ്ങൾ എന്നെ കേൾക്കൂ. അല്ല മിസ്റ്റർ, നിങ്ങൾ കേൾക്കൂ. ഇവിടെ വ്യക്തിപരമായി ഒരു വ്യക്തി ആനുകൂല്യം കൊടുക്കാവുന്നത് നിയമം അനുശാസിക്കുന്നത് മുഴുവൻ കൊടുത്തു കഴിഞ്ഞു.
ഒരു കുടുംബത്തിലെ 2 പേർക്ക് ദിവസം കൊടുക്കുന്നത്, അതുപോലെ തന്നെ മരണപ്പെട്ട വീടുകളിലേക്ക് അടിയന്തര സഹായം ഇത്ര ലക്ഷം, അതുപോലെ ഓരോ കുടുംബത്തിനും ഇത്ര 1000 വീതം, അതുപോലെ അത്തരത്തിൽ വ്യക്തിഗതമായി കൊടുത്തു കഴിഞ്ഞു. ഇനി നിയമപ്രകാരം എന്താ? അങ്ങ് ആദ്യം പറഞ്ഞു ഒരു വീടിന് 1,19,000 രൂപ. 1000 വീട് നഷ്ടപ്പെട്ടു എന്ന് നോക്കട്ടെ. 1000 × 1,19,000 കൊടുത്താൽ നമ്മുടെ ഉത്തരവാദിത്വം തീർന്നോ മിസ്റ്റർ? നമ്മുടെ ഉത്തരവാദിത്വം തീർന്നിട്ടില്ല. നമ്മുടെ ഉത്തരവാദിത്വം സ്ഥലം കണ്ടെത്തി, പ്രോപ്പർട്ടി കണ്ടെത്തി, കൃഷിഭൂമി കണ്ടെത്തി ഓരോ വീടിനും ഈ നാടിന്റെ അനുയോജ്യമായി. ആദ്യത്തെ മെമ്മോറാണ്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ആദ്യത്തെ മെമ്മോറാണ്ടത്തിലുള്ളത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട എസ്റ്റിമേറ്റ് മാത്രമാണ്. താങ്കൾക്ക് തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ വീടിന്റെ കണക്ക് അതിൽ വരില്ല. അവിടെയുള്ളത് 219 കോടി അടിയന്തരമായ വയനാടിന്റെ ദുരന്ത നിവാരണത്തിനാണ്. ആ പണം സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. അത് എടുക്കാതെ കേന്ദ്രത്തിനടുത്ത് 219 കോടി ചോദിച്ചത് എന്തിനെന്നാണ് ചോദ്യം. അത് തെറ്റായ ചോദ്യമാണ് നിങ്ങളുടെ. അതായത് ഇവിടെ ഒരു ദുരന്തമുണ്ടായി, ആ ദുരന്തത്തിന്റെ നമ്മൾ ഒരിക്കലും സ്വന്തമായിട്ടുള്ള കണക്കല്ലല്ലോ മിസ്റ്റർ. ഈ രാജ്യത്ത് പാർലമെന്റ് പാസാക്കിയ നിയമപ്രകാരം ഒരു ദുരന്തമുണ്ടായാൽ ഇന്നന്നെ ആവശ്യങ്ങൾക്ക് ചെലവാക്കാൻ കഴിയുന്ന മാക്സിമം തുക വച്ച് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കുന്നു. ആ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നു. അങ്ങനെ എസ്റ്റിമേറ്റ് സമർപ്പിച്ചാലും ഇപ്പോ ദുരന്തം ഞാൻ പറയട്ടെ മിസ്റ്റർ, അതെ, മാനദണ്ഡങ്ങൾ വച്ച് നമ്മൾ തയ്യാറാക്കിയാലും കേന്ദ്ര 2018 മഹാപ്രളയം ആദ്യത്തെ എസ്റ്റിമേറ്റ് എത്രയായിരുന്നു? 6000 കോടിയാണ് നമ്മൾ ആദ്യം ചോദിച്ചത്. ചോദ്യം വളരെ സ്പെസിഫിക് ആണ് അരുൺ. അതായത് 219 കോടി നമ്മൾ മാനദണ്ഡ പ്രകാരം SDRF-ൽ നിന്ന് നമുക്ക് കിട്ടേണ്ട തുകയാണല്ലോ, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന തുകയാണല്ലോ 219 കോടി ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ ഏകദേശം 577 കോടി രൂപയുണ്ട്. ശരിയല്ലേ? 577 കോടിയിൽ നിന്ന് ഈ 219 കോടി രൂപ മാനദണ്ഡ പ്രകാരം എടുക്കുന്നതിന് എന്താ തടസ്സം? അതാണ് എന്റെ ചോദ്യം. അല്ല, അതിൽ മാനദണ്ഡ പ്രകാരം എടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചത് വ്യക്തിപരമായി നിയമപ്രകാരം കൊടുക്കാവുന്ന മുഴുവൻ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞു. ഞാൻ ഓരോ കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇനിയും കൊടുക്കാനുള്ളത് കൊടുക്കും. 4.5 മാസമായി ഒരു പൈസ പോലും ഈ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടിന് പുറത്തുനിന്ന് വന്നിട്ടില്ല. കാരണം കേന്ദ്രം കൊടുക്കേണ്ടത് കൊടുത്തില്ല. ഇപ്പോഴും പ്രചരിപ്പിക്കുന്ന സാഹചര്യമാണ്. മുഖ്യമന്ത്രിയിലേക്ക് പണം വന്നു, അതൊക്കെ പണമാണ്. അതൊന്നും SDRF-ലേക്ക് വന്നതല്ല, അതൊക്കെ വിവിധ ഹെഡുകളിൽ വന്നിരിക്കുന്ന പണമാണ്. രണ്ടാണ് മിസ്റ്റർ. ഞാൻ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. രണ്ടും രണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വേറെ, SDRF വേറെ. ഇത് രണ്ടും രണ്ടാണ്. Debate with Dr. Arun Kumar.